നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ അതൃപ്തിയൊക്കെ പറയുമ്പോൾ അൻവർ ചില നിർണായക നീക്കങ്ങൾ അതിനായി തയ്യാറെടുക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ട്. സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്നതുൾപ്പെടെ ചർച്ചയാകുന്നുണ്ട്. ഒപ്പം നിൽക്കുന്നവരെ വിളിച്ചിരിക്കുകയാണ് PV അൻവർ. അവരുമായി ആലോചിച്ച് തുടർ നടപടികൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് PV അൻവറിന്റെ അടുത്ത നീക്കം എന്നത് വലിയ രാഷ്ട്രീയ കൗതുകമാണ്. നിലമ്പൂരിൽ വീണ്ടും മത്സരരംഗത്തിറങ്ങുമോ എന്നൊക്കെ അൻവറിനോട് ചോദിക്കുമ്പോൾ അൻവർ എന്താണ് അതൊന്നും തള്ളാതെ ഒരു ചിരിയിൽ ഒതുക്കുകയാണ്. അപ്പോൾ അൻവറിനെ കേന്ദ്രീകരിച്ചാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ചർച്ചകളാകെ നടക്കുന്നത്. എന്താണ് ഇന്നത്തെ വൈകിട്ടത്തെ യോഗത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, ശ്രീജിത്ത്? വിജയകുമാർ, ഇന്നലെ വരെ മരുമോനിസത്തിനും അതുപോലെ തന്നെ പിണറായിസത്തിനുമെതിരെ ഏത് ചെകുത്താൻ മത്സരിച്ചാലും അവരെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ PV അൻവർ ഇന്ന് പൊടുന്നനെ ഒരു നിലപാട് മാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിലൊരു വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു നമുക്ക് നിസ്സംശയം പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒതായിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ്, PV അൻവറിന്റെ വീട്ടിലാണ്. ഇവിടെ മഴ തിമിർത്തു പെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ചർച്ചകൾക്ക് അകത്ത് ചൂട് പിടിക്കുകയാണ്. അദ്ദേഹത്തോട് അടുപ്പമുള്ള ചില പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. അവർ ഈ ആര്യാടൻ ഷൗക്കത്ത് എന്നൊരു പേരിലേക്ക് എത്തുന്നതിൽ അതൃപ്തി പരസ്യമായും തന്നെ പറയുന്നുണ്ട് ചില ആളുകൾ. അത് ദോഷം ചെയ്യും. ആ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിൽ ഒരുപക്ഷെ വിജയസാധ്യത കുറവാണ് എന്ന തരത്തിലാണ് തൃണമൂലിന്റെയും അൻവറിന്റെയും ഒക്കെ അനുകൂലികൾ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതാണ് വീണ്ടും നമ്മൾ എടുത്തു ചോദിച്ചത്. ഇന്നലെ വരെ ഏത് ചെകുത്താനെയും പിന്തുണയ്ക്കും, പിണറായിസത്തിനും കമ്മ്യൂണിസ്റ്റിനുമെതിരെ പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരെ രംഗത്ത് വന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ PV അൻവർ ഇന്ന് പക്ഷേ പറയുന്നത് ചെകുത്താനിലെ നല്ല ചെകുത്താനെ പിന്തുണയ്ക്കും, നന്മയുള്ള ചെകുത്താനെ പിന്തുണയ്ക്കും, മുസ്ലിം മതാചാര പ്രകാരം നല്ല ജിന്ന് എന്നൊന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് അതൊന്നും ഇപ്പോൾ പറയാനാകില്ല. അദ്ദേഹത്തിന് പിന്തുണയുണ്ടോ, ഈ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണയുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടിയില്ല. അതിനുശേഷമാണ് അദ്ദേഹം ഒരു വിവാഹ ചടങ്ങിനാണ് എന്ന് പറഞ്ഞാണ് അല്പസമയം മുൻപ് ഒതായിലെ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. അതിനുശേഷമാണ് വൈകിട്ടോടുകൂടി ഒരു യോഗം എന്ന തരത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അൻവർ അനുകൂലികൾ ഈ ഒരു ഘട്ടത്തിൽ തയ്യാറായിരിക്കുന്നത്. അവർ വൈകുന്നേരം യോഗം ചേരും. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഒരുപക്ഷെ സമ്മർദ്ദതന്ത്രം എന്ന തരത്തിലേക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. UDF പ്രവേശനം വൈകുന്നുണ്ട്. ഇപ്പോഴും സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഒരു ചവിട്ടി നിൽക്കാൻ പോലുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. അതെങ്കിലും വേണമെന്ന ഒരാവശ്യം ഉന്നയിക്കും. അതാണ് ഏതായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ചില ചോദ്യങ്ങളോട് അർത്ഥഗർഭമായ ഒരു മൗനമാണ് PV അൻവർ പുലർത്തുന്നത്. അതാണ് കോൺഗ്രസിനെ UDF-നെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അത് സമ്മർദ്ദതന്ത്രമാണോ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ നീക്കങ്ങൾക്ക് അൻവർ തയ്യാറെടുക്കുന്നുണ്ടോ? എന്തായാലും അൻവറിനെ പിണക്കണം എന്ന് ഈ ഘട്ടത്തിൽ UDF കരുതുന്നില്ല. ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ പറ്റിയുള്ള ആലോചനകൾ ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകുന്നു എന്ന വിവരമൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് UDF ക്യാമ്പിൽ നടക്കാൻ പോകുന്നത് എന്ന്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ഇന്ന് വൈകിട്ട് ചേരാൻ പോകുന്ന അൻവർ അനുകൂലികളുടെ യോഗത്തിന്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവച്ചത്.